പലപ്പോഴും ചിന്തകളും വിചാരങ്ങളും നമ്മെ തോൽപ്പിക്കുവാൻ കടന്നു വരും. എന്നാൽ അപ്രകാരമുള്ള ചിന്തകൾ നമ്മെ തോൽപ്പിക്കുവാൻ കടന്നു വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്നവരും ദൈവകൃപയിൽ ചാരുന്നവരുമായിരിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയിൽ തികച്ചുകൊള്ളുക. അതെ, ജഡത്തിലെയും ആത്മാവിലെയും സകല കുറവുകളും തീർത്ത് നാം വിശുദ്ധിയെ തികച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുക. ചിന്തകൾ, വിചാരങ്ങൾ പലപ്പോഴും നമ്മെ ആകുലപ്പെടുത്തും. എന്നാൽ ദൈവവചനം എഫേസ്യ ലേഖനം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. അതെ, നാം നമ്മളുടെ ജീവിതത്തിൽ ചിന്തകൾ കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിനായി നമ്മുടെ കർത്താവിൻ്റെ തലയിൽ മുൾക്കിരീടം അടിക്കപ്പെട്ടു. നമ്മുടെ ഹൃദയം കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിനായി തൻ്റെ വിലാപ്പുറങ്ങൾ കുത്തി തുളയ്ക്കപ്പെട്ടു. അതെ, നാം നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിനായി തൻ്റെ ശരീരം അടിച്ച് ഉഴവുചാൽ പോലെ മുറിവേൽക്കപ്പെട്ടു. കൈകാലുകൾ കൊണ്ട് ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിനായി ഇരുമ്പാണികൾ തൻ്റെ കൈകളിലും കാലുകളിലും തറയ്ക്കപ്പെട്ടു. അതെ, നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിശ്വസ്തതയും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള മനോബോധത്തോടെ ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ്. ജോസഫ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രലോഭനങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നു. എന്നാൽ ദൈവത്തോടുള്ള തൻ്റെ പ്രീതിയും വാത്സല്യവും കൈവിടാതെ ദൈവകൃപയിൽ നിൽക്കുവാൻ തക്കവണ്ണം തന്നാലാവോളം താൻ ശ്രമിക്കുവാനിടയായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 9-ാം വാക്യം. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുകയില്ല എന്ന് ദൈവസന്നിധിയിൽ തീരുമാനിച്ചു. അതെ, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം. ഇന്ന് അനേകർ തകർന്ന് ദൈവിക മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അയോഗ്യമായി നടക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പിന്നെയോ ദൈവസ്നേഹത്തിൽ മുറുകെ പിടിച്ച് ദൈവിക മൂല്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ ചിന്ത നിലനിർത്തി മുൻപോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.